വിശ്വപ്രസിദ്ധ സാഹിത്യകാരൻ ഗാബ്രിയേൽ ഗാർഷ്യ മാർക്വേസ് രചിച്ച ദ സെയിന്റ് എന്ന കഥയുടെ മലയാള പരിഭാഷ വിശുദ്ധ കന്യ. സ്വതന്ത്ര പരിഭാഷ നിർവഹിച്ചിരിക്കുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ വേലായുധൻ. ആഖ്യാനം കെ വാസന്തി, കെ വി രാമചന്ദ്രൻ. വിശുദ്ധ കന്യ. റാഫേൽ ഡിസിൽവയ്ക്ക് ഇതിനകം റോമൻ പൗരത്വം ലഭിച്ചു കഴിഞ്ഞിരുന്നതുകൊണ്ട് റോമാക്കാരുടേതുപോലുള്ള പല ശീലങ്ങളും അയാളിലേക്കും സംക്രമിച്ചു കഴിഞ്ഞിരുന്നു. രാവിലെ 6 മണിക്ക് തന്നെ അയാൾ തണുത്ത വെള്ളത്തിൽ കുളിക്കുകയും തെറിച്ചു നിൽക്കുന്ന താടിരോമങ്ങളെയെല്ലാം വെട്ടി നിരപ്പാക്കുകയും ചെയ്തു. പിന്നെ കണ്ണെഴുത്തും പെർഫ്യൂമിങ്ങും. കുളിക്കു ശേഷം ഈറൻ മാറ്റാനായി ചൈനീസ് ബാത്ത് ടവലും സ്കാർഫും മാത്രമാണ് അയാൾ ഉപയോഗിച്ചത്. അതിനുശേഷം ചെയ്തിരുന്ന ശബ്ദവ്യായാമങ്ങൾ അയാളെ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലെ മാത്രമല്ല, സമീപത്തുള്ള എല്ലാ അപ്പാർട്ട്മെൻറ്റുകളിലെയും പരിചിത വ്യക്തിത്വമാക്കി മാറ്റി. ശബ്ദവ്യായാമത്തിൻ്റെ ഈ വേളകളിൽ അയാൾ റോമൻ പ്രഭാതങ്ങളിൽ സാധാരണ ജ്വലിച്ചു നിൽക്കാറുള്ള നക്ഷത്ര കാഴ്ചകൾക്കായി ജനാല തുറന്നിടുമായിരുന്നു. ശബ്ദവ്യായാമങ്ങൾക്കു ശേഷം അയാൾ ഉന്നത സ്നേഹത്തിൻ്റെയും ഉദാത്ത പ്രണയത്തിൻ്റെയും എല്ലാം പാട്ടുകൾ ഉറക്കെ പാടി കണ്ഠശുദ്ധി വരുത്തി. അയാളുടെ മുഴുവൻ കണ്ഠത്തിലുമുള്ള ഈ പാട്ടുകൾക്ക് പ്രത്യുപകാരമായി ബൂർഷാസി വില്ലയിൽ നിന്ന് അവിടുത്തെ സിംഹത്തിൻ്റെ കർണകഠോരമായ അലർച്ചയും ഞങ്ങൾക്ക് സമ്മാനമായി ലഭിച്ചു. മാർക്കോസ് പുണ്യവാളന്റെ പുനർജന്മം തന്നെയാണിവൻ. അദ്ദേഹത്തിന് മാത്രമാണ് മുൻപ് സിംഹങ്ങളുമായി ഇത്രയും ചങ്ങാത്തം കൂടാൻ കഴിഞ്ഞത്, ആന്റോണിറ്റ അമ്മായി പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു നാൾ ഒഥല്ലോയിലെ I am one who loved not wisely but loved too well എന്ന ഡ്യുവറ്റിലെ പല്ലവിക്ക് പകരമായി മനോഹരമായ ഒരു സ്ത്രീ ശബ്ദത്തിൽ ഓ ബാനിഷ് മീ മൈ ലോർഡ് ബട്ട് കിൽ മീ നോട്ട് എന്ന മറ്റൊരു ഡിവറ്റിലെ അനുപല്ലവിയാണ് സിംഹത്തിന്റെ അലർച്ചയ്ക്ക് പകരമായി അപ്പാർട്ട്മെന്റിലെ ഏതോ ഒരു കോണിൽ നിന്ന് ഉയർന്നു കേട്ടത്. അതോടെ റാഫേൽ ഡിവറ്റിലെ അടുത്ത വരികളിലേക്ക് നീങ്ങുകയും അങ്ങനെ അതിമനോഹരമായ ഡിവറ്റുകളുടെ ഒരു പരമ്പര തന്നെ അപ്പാർട്ട്മെന്റിൽ അലയടിക്കുകയും സമീപ ലോഡ്ജുകാർ പോലും ജനാലകൾ തുറന്നിട്ട് പ്രണയ ജോഡികളെ കൈയടിച്ച് ആശീർവദിക്കുകയും ചെയ്തു. എന്നാൽ തൻ്റെ അദൃശ്യയായ ഡെസ്ഡിമോണ വെറുമൊരു പ്രണയഗായികയൊന്നുമല്ല, സാക്ഷാൽ ബെല്ലാമരിയ കനികുലെ തന്നെയാണ് എന്നതറിഞ്ഞതോടെ നമ്മുടെ റാഫേൽ ഡിസിൽവ ഗായകൻ നിന്നിടത്ത് തന്നെ ബോധരഹിതനായി വീണുപോവുകയും ചെയ്തു. ഈ സംഭവത്തോടെയാണ് മാർഗരറ്റോ ഡിവേർട്ട് തൻ്റെ ഏകാന്ത ജീവിതം അല്പമെങ്കിലും ഉപേക്ഷിച്ച് അപ്പാർട്ട്മെന്റിലെ ഒരു സാധാരണ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത്. അന്ന് ആദ്യമായി അയാൾ അടുക്കളയിലെ സ്വന്തം ഇരിപ്പിടം വിട്ട് ഡൈനിങ് ടേബിളിൽ ഞങ്ങളെല്ലാവരോടുമൊപ്പം വന്നിരുന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണത്തിനു ശേഷം അന്റോണിറ്റോ അമ്മായി ഞങ്ങളെയെല്ലാം ഇറ്റാലിയൻ ഫൊണറ്റിക്സ് പഠിപ്പിക്കാനായി ഇറ്റാലിയൻ പത്രങ്ങൾ ഉറക്കെ വായിച്ചു കേൾപ്പിക്കുമായിരുന്നു. നാടകീയവും ഇടയ്ക്കിടെ തമാശകൾ കലർത്തിയും കൊണ്ടുള്ള അവരുടെ പത്രപാരായണം ഞങ്ങളെയെല്ലാം നന്നായി സന്തോഷിപ്പിക്കുകയും ചെയ്തു വന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം പത്രത്തിലെ ഒരു ലേഖനത്തിൽ പാലർനോയിലെ ഒരു മ്യൂസിയത്തിൽ മരിച്ചുപോയ ഒട്ടേറെ സ്ത്രീ പുരുഷന്മാരുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ അജീർണ ശരീരങ്ങൾ സൂക്ഷിക്കപ്പെടുന്നുണ്ടെന്ന കാര്യം മാർഗരിറ്റോവിനു കൂടി കേൾക്കാനായി അവർ ഉറക്കെ വായിച്ചു കേൾപ്പിച്ചത്. ചില കപ്പൂച്ചിയൻ പാതിരിമാരുടെ പോലും ശരീരങ്ങൾ അത്തരത്തിൽ അവിടെ സൂക്ഷിക്കപ്പെടുന്നുണ്ടത്രേ. സ്വാഭാവികമായും അവരുദ്ദേശിച്ച പോലെ തന്നെ ആ വാർത്ത മാർഗരറ്റോവിനെ കടുത്ത അസ്വാസ്ഥ്യത്തിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചു. അതിനാൽ അയാൾക്കു വേണ്ടി താമസിയാതെ തന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഉച്ച തിരിഞ്ഞ് പാലർനോയിലേക്കു തന്നെ യാത്ര തിരിച്ചു. എന്നാൽ മ്യൂസിയത്തിലെ ഗാലറികളിലേക്ക് ഒന്ന് പാളി നോക്കിയതേയുള്ളൂ, മാർഗരിറ്റോ ശക്തമായി തന്നെ ഇങ്ങനെ പ്രതികരിച്ചു.
തീർച്ചയായും ഇവയൊന്നും അങ്ങനെ അല്ലേ അല്ല. ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഇവയെല്ലാം സാധാരണ മൃതശരീരങ്ങൾ മാത്രമാണെന്ന്? ഓഗസ്റ്റ് മാസത്തിൽ ലഞ്ചിനു ശേഷം റോം അതിൻ്റെ പതിവ് ഉച്ചമയക്കത്തിലേക്ക് വഴുതി വീണു. ഉച്ചയ്ക്ക് ശേഷം റോമിലെ ആഗസ്റ്റ് സൂര്യൻ അതിൻ്റെ ആകാശത്ത് കുറേ നേരം നിശ്ചലമായി നിൽക്കുന്നതായി തോന്നും. 2 മണിയുടെ നിശബ്ദതയിൽ നേർത്ത ജലവീഴ്ചയുടെ ശബ്ദം മാത്രം പുറത്തു കേട്ടുകൊണ്ടിരിക്കും. റോമൻ പ്രകൃതിയുടെ സനാതന സംഗീതമാണിത്. എന്നാൽ 7 മണിക്കു ശേഷം എല്ലാവരും ജനാലകൾ തുറന്നിട്ട് ശീതമാരുതനെ മുറികളിൽ നിറയ്ക്കും. അതോടെ റോം മോട്ടോർ സൈക്കിളുകളിൽ ബാക്ക്ഫയർ ചെയ്തു നീങ്ങുന്ന യുവാക്കളുടെയും തണ്ണിമത്തൻ വിൽക്കുന്ന സ്ത്രീകളുടെ ആരവങ്ങളുടെയും ടെറസുകളിലെ പൂവാടികളിൽ നിറയുന്ന പ്രേമഗാനങ്ങളുടെയും നടുവിലേക്ക് ഊർന്നിറങ്ങി അതിൻ്റെ സ്വാഭാവിക ജീവിതം വിളംബരം ചെയ്യും. എന്നാൽ ഞാനോ റാഫേൽ ഡിസിൽവയോ ഒരിക്കലും റോമിൻ്റെ ഉച്ചമയക്കങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തില്ല. പകരം അയാൾ തൻ്റെ വെസ്പ സ്കൂട്ടറിൻ്റെ മുൻപിലും ഞാൻ പുറകിലുമായിരുന്ന് ഞങ്ങൾ നഗരം ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഈ യാത്രകൾക്കിടയിൽ പലപ്പോഴും ഞങ്ങൾ ഐസ് സ്റ്റിക്കുകളും ചോക്ലേറ്റ് പാക്കറ്റുകളും വാങ്ങി നൂറ്റാണ്ടുകളുടെ കഥകൾ പേറുന്ന അരയാലുകളുടെ ചുവട്ടിലിരുന്ന് മനോഹരമായി പുല്ലാങ്കുഴൽ വായിച്ചിരുന്ന കൗമാരക്കാരായ അഭിസാരികമാരോടൊപ്പം ചേർന്ന് അവ അവരുമായി പങ്കിട്ട് കഴിച്ചു. ചിലപ്പോൾ ഞങ്ങളെല്ലാവരും ചേർന്ന് ബോർഹസ് വില്ലയുടെ പരിസരങ്ങളിൽ ചുറ്റി നടന്ന് വിദേശീയരായ ടൂറിസ്റ്റുകളെ വീക്ഷിച്ചു. കൗമാരക്കാരായ പെൺകുട്ടികൾ റോമിലെ മറ്റെല്ലാ അഭിജാതകളായ സ്ത്രീകളെയും പോലെ തന്നെ സുന്ദരിമാരും പല പ്രത്യേക കഴിവുകളും ഉള്ളവരുമായിരുന്നു. നീല ഓർഗാണ്ടി കുപ്പായങ്ങളും പിങ്ക് പച്ച നിറങ്ങളിലുള്ള ആകർഷകമായ പോപ്ലിൻ വസ്ത്രങ്ങളും അവർ മാറി മാറി ധരിച്ചു. ദരിദ്രരെങ്കിലും തങ്ങളുടെ തൊഴിൽ നിയമങ്ങളെ പോലും അവഗണിച്ച്, അതായത് പലപ്പോഴും നല്ല കക്ഷികളെ പോലും നഷ്ടപ്പെടുത്തി അവർ ഞങ്ങളോടൊപ്പം കൂടുകയും നഗരമൂലയിലെ കോഫി ബാറിൽ വന്നിരുന്ന് കോഫി നുണയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സുന്ദരിമാരായ ഈ പെൺകുട്ടികൾ ഞങ്ങൾക്കും ഏറെ പ്രിയപ്പെട്ടവർ തന്നെയായിരുന്നു.